നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭവിതയെ എടുത്തിട്ട് കുടയുവാണ് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നീ എന്താ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് കയറി ഓടി വന്നേ? അതിന്റെ ആവശ്യം നിനക്ക് എന്തായിരുന്നു? അത് പിന്നെ എനിക്ക് മനസ്സിലായി. നീ കൂടുതലൊന്നും പറയണ്ട. കയറി വരാൻ തുടങ്ങിയ അലീനയെ തടഞ്ഞിട്ട് കയറി വന്നു. അതിന്റെ ആവശ്യം എന്താന്നാ ചോദിച്ചേ? അല്ല അത് പിന്നെ അച്ഛൻ എപ്പോഴും ഞങ്ങളെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഞങ്ങളെ അകറ്റി നിർത്തേണ്ട കാര്യം എന്താ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാവോ? അറിയാം. മനസ്സിനെ വേദനിപ്പിക്കില്ലെന്ന് അറിയാവോ? അതും അറിയാം. എന്നിട്ടാണോ നിന്റെ അമ്മയൊക്കെ എന്തേലും പറഞ്ഞത് കേട്ടിട്ട് നീയൊക്കെ ഓടി ഇങ്ങോട്ട് കയറി വരുന്നേ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അങ്ങനെ ഓടി കയറി വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ശരിക്കുള്ള സ്വരൂപം നീയൊക്കെ കാണും. അപ്പോഴേക്കും ഭവിത ഇന്ന് കരയാൻ തുടങ്ങി. അല്ല കരയാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. അമ്മയുടെ വാക്ക് കേട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കാരണത്തടി വീഴും. അമ്മയെ കണ്ടല്ല വളരണ്ടേ? അല്ല ഞാനും നിന്റെ അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അതിന് കാരണം എന്താണെന്നറിയാവോ? അറിയില്ല. ഇനിയിപ്പോൾ കാരണം അറിഞ്ഞാലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതുകൊണ്ട് കൂടുതൽ ഇടപെടാനായിട്ട് വരണ്ട. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയുക, അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന് തലയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാണ്ടല്ലോ, ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നല്ല പിടം മേടിക്കും. എന്നാൽ പോകാൻ നോക്ക്, പോയി വല്ലയിരുന്ന് പഠിക്കാൻ നോക്ക്. അപ്പോഴേക്കും ഭവിത അങ്ങോട്ട് പോയി. പഠിക്കാൻ പറഞ്ഞ് നിന്റെ അമ്മയെ കണ്ട് പഠിക്കാനല്ല, അറിയാലോ, പാഠപുസ്തകം പോയിരുന്നു പഠിക്കുക. ഭവിത കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. അലീന എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭവിത അലീനയെ ഒന്ന് നോക്കി, എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വീണ്ടും വെല്ലി ശബ്ദിച്ചു. അലീനയ്ക്ക് മനസ്സിലായി തന്നെ വിളിച്ചാന്ന്. അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. എന്താ സാർ, എന്താ എന്നെ വിളിച്ചേ? ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അല്ല ഇവിടുന്ന് ഭവിത കരഞ്ഞോണ്ടിറങ്ങി പോകുന്നുണ്ടല്ലോ സാർ. ഭവിതയെ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ കുറച്ച് വഴക്ക് കേൾക്കുന്നൊക്കെ നല്ലതാ. അല്ല സാറേ, അത് പിന്നെ എന്താ, വഴക്ക് കേട്ട് കരയാൻ പാടില്ലേ? അല്ല അത് പിന്നെ വഴക്ക് പറയേണ്ടതില്ല. അല്ല നീ കരയാറില്ലേ? ഞാൻ കരയാറുണ്ട്. ഞാൻ കരയുന്ന പോലെ അല്ലല്ലോ ബബിത. അതെന്താ, അവൾക്ക് കൊമ്പുണ്ടോ? അല്ല സാറേ, അത് വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. അല്ല സാറിന് എന്നെ വിളിപ്പിച്ചേ? അതെ, എനിക്ക് കോഴിക്കോട്ടെ വേണം 5 എണ്ണം. 5 കോഴിക്കോട്ടെ? അതെ. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ 5 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട്? അല്ല സാറേ, 5 കോഴിക്കോട്ടയും വേണം, ആ ജ്യൂസും വേണം, നെല്ലിക്ക ജ്യൂസ്. അല്ല 5 എണ്ണമൊക്കെ സാറ് തിന്നുവോന്നായിരിക്കും അല്ലേ? 5 എണ്ണം ഞാൻ കഴിക്കും. ഇന്നത്തെ ദിവസം വേറെ ഒന്നും എനിക്ക് വേണ്ട. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ. അല്ല നീ ഇതൊക്കെ കഴിച്ചിട്ടില്ലേ? അപ്പോഴേക്കും അലീന പറഞ്ഞു, കഴിച്ചിട്ടുണ്ട്. അല്ല ഓർഫനേജിൽ ഇതൊക്കെ കിട്ടുമായിരുന്നോ? അവിടെ ഞങ്ങൾ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നേ. രേവതിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. രേവതിക്കുട്ടി? അല്ല ഞാൻ അവളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സാറ് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവിടെ രേവതിക്കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ. അല്ല ഞാൻ ഓർക്കുമായിരുന്നു, അലീന, രേവതിക്കുട്ടി, ചിന്നുമോള്, നിങ്ങൾക്ക് ആർക്കും ഇനിഷ്യലില്ലേ? ഇനിഷ്യല് അലീന പെട്ടെന്ന് പറഞ്ഞു. അലീന ബ്രിജിത്ത് എന്നായിരുന്നു എനിക്ക് സ്കൂളിൽ. ഓഹോ. അല്ല ഞാൻ കരുതി ഇങ്ങനെ PR രേവതിക്കുട്ടി, ചിന്നുമോൾ സെബാസ്റ്റ്യൻ, അലീന സ്റ്റാലി എന്നുള്ള ശരിക്കും അലീനയുടെ അച്ഛൻ്റെ പേരാണ്. അത് വെറുതെ എടുത്തിട്ടതാണ് ബാലേന്ദ്രൻ, ഇവൾക്ക് എന്തെങ്കിലും അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആഹാ സാറ് മുൻകൂട്ടി പേരൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നോ? അതെന്താ? അല്ല അലീന സ്റ്റാലിന്ന്. കൊള്ളാം അല്ലേ, അലീന സ്റ്റാലി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ നിനക്ക് ആ പേര് ഇഷ്ടമായോ? അതോ ഇനി അലീന ബാലേന്ദ്രൻ എന്നുള്ള പേരാണോ ഇഷ്ടപ്പെട്ടെ? അപ്പോഴേക്കും അലീന പറഞ്ഞു, ബാലേന്ദ്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗെറ്റപ്പാ. അലീന ബാലേന്ദ്രൻ, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ നീ എന്നെ അച്ഛാന്ന് വിളിക്കേണ്ട വരും. അച്ഛൻ? അലീന ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. എന്താ അച്ഛനായിട്ട് നിനക്കെന്നെ കാണാൻ പറ്റുമോ? അത് പിന്നെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, ബബിതയും കൃഷ്ണമോളും ഒക്കെ അച്ഛാന്ന് വിളിക്കുമ്പോൾ എനിക്കും ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിലോ എന്ന്. പക്ഷേങ്കിൽ ഞാൻ അനാഥയല്ലേ, ഇവിടുത്തെ വേലക്കാരി, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നവള്, എനിക്ക് അതിനുള്ള അർഹതയൊന്നും ഇല്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമൊക്കെയാ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അലീനയുടെ മുഖം പെട്ടെന്ന് മാറി. ബാലേന്ദ്രന് മനസ്സിലായി. പെട്ടെന്ന് അലീന പറഞ്ഞു, ഞാനേ കോഴിക്കോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാറിന്. എനിക്ക് മനസ്സിലായി നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാന്ന്. അത് പിന്നെ ഞാൻ വേണ്ട പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയണം. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അലീനയ്ക്ക്
എന്ത് ചെയ്യണമെന്നറിയില്ല. വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പേരും കേൾക്കുന്നത്. അത് മാത്രമല്ല തന്നെ ഒരാൾ ചേർത്ത് പിടിക്കുന്നത്, തന്നെ മകളായിട്ട് അംഗീകരിക്കാനായിട്ട് സാറ് വന്നിരിക്കുന്നു. അതും തൻ്റെ അമ്മ പോലും തന്നെ അംഗീകരിക്കാത്തടത്ത്. അല്ല, എനിക്ക് ഇത്രയും ദിവസം ഇല്ലാത്തതിനേക്കാളും കൂടുതലൊരു സന്തോഷമൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കമല വൈജയനെ വിളിക്കുകയാണ്. അപ്പം വൈജ കൊടുത്തു. എന്താ കമല എടുത്തി, എന്ത് പരിപാടി വൈജ നീ കാണിച്ചേ? അതെന്താ? അല്ല, നീ എന്തിനാ ഹോം നേഴ്സിനെ പറഞ്ഞു വിട്ടെ? ഞാനെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് നീ പറഞ്ഞു വിട്ടല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനല്ല പറഞ്ഞു വിട്ടെ, ബാലേന്ദ്രനെ പറഞ്ഞു വിട്ടെ. ഓഹോ, അപ്പൊ നീ അത് ബാലേന്ദ്രനോട് പറഞ്ഞോ? പറയാതെ പിന്നെ എടി നിനക്ക് 2-3 ദിവസത്തേക്ക് ഒന്ന് പറയാതിരിക്കാൻ മേലായിരുന്നോ? ഞാൻ പറയാതെ എങ്ങനെ ഇരിക്കുന്നേ? അല്ല, അമ്മയുടെ മുറി നിർത്തിയാൽ പോരായിരുന്നോ? നീ എന്തിനാ ഓടിപ്പോയി ബാലേന്ദ്രനോട് പറഞ്ഞേ? അവൾക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞ് ഞാൻ ആഹാരം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഡൈനിങ് ടേബിളിൽ. അപ്പോഴാണ് ബാലേന്ദ്രൻ വന്ന് കണ്ടേ. ആഹാരം കഴിക്കുന്നോടെ വരുന്നു. അതിനുശേഷം അവളോട് സ്റ്റാൻഡ് വിട്ടോളാൻ പറഞ്ഞു. അല്ല, ഇത് കാരണം ഞാൻ ഇപ്പം നാണം കിട്ടു. എന്തിനു നാണം കിടന്നേ? രൂപ 10,000 അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ. 10,000 രൂപ കൊടുത്തോ? അതേനെ, 10,000 രൂപ കൊടുത്തായിരുന്നു. ഓ, അപ്പം അങ്ങനെയാണല്ലേ. അല്ല, ബാലേന്ദ്രൻ പറഞ്ഞ എന്താണെന്നറിയാവോ? അവളെ കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വിട്ടേക്കാനായിട്ട്. കൊല്ലപ്പള്ളി വീട്ടിലോ? അതെ, അമ്മയെ അവളെയും കൂടെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അപ്പോഴേക്കും കമല പറഞ്ഞു, ഇതിനെല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയല്ലേ? അവളെ ഈ നൈസായിട്ട് പറഞ്ഞു വിടണ്ടായിരുന്നോ? അത് സാധിച്ചിട്ട് വേണ്ട കമലടുത്തേക്ക് അത് പറയാം. പക്ഷെ എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോഴേക്കും കമല പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്താ? അവളെ അങ്ങ് തീർത്ത് കളയണം. അവൾ കുടിക്കുന്ന ചായക്കകത്ത് കുറച്ച് വിഷം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാം. എന്തൊക്കെ പണികളുണ്ട്, അതെന്തേലും ഒന്ന് ചെയ്യുക. അപ്പോഴേക്കും വൈജു പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നല്ലാതെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നല്ലേ. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നീ രക്ഷപ്പെടും. ശരി, ഞാൻ വെച്ചേക്കുക, ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയതുള്ളൂ എന്ന് വൈജ പറഞ്ഞു. അങ്ങനെ കോളും കട്ട് ചെയ്തിട്ട് വൈജ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുക. കമലയ്ക്ക് സന്തോഷമായി. എന്തെങ്കിലും കാണിക്കട്ടെ, ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും തന്നെ ബാധിക്കുന്ന കാര്യമല്ലോ എന്നൊരു ചിന്തയായിരുന്നു കമലയ്ക്ക്. അതേസമയം വീടിനകത്തിരുന്ന് ഭയങ്കര ഫോൺ വിളിയാണ് ബബിത വിളിക്കുന്ന അവളുടെ കാമുകനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കാമുകൻ പറഞ്ഞു, എടി നമുക്ക് അവളെയും കൂടെ വിളിക്കാം. എടാ, അവൾ വേണ്ട ഈ പ്രോഗ്രാമിനകത്ത്. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അവളുടെ കയ്യിലോ പൈസ ഉള്ളൂ. ഇതേ ഷൈൻ ടോം നമ്മുടെ കൂടെയുണ്ട്, പക്ഷേങ്കിൽ അവളെ അത്ര താല്പര്യമൊന്നുമില്ല. അവർ നല്ല പേരൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞ വേണ്ടെന്ന്. പക്ഷേ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റൂമിൽ തന്നെ എടുക്കാൻ 8,500 രൂപയാവും. പിന്നെ ഫുഡ് വരിക്കാനോ കുടിക്കാനോ എല്ലാം വേണ്ടേ? അത് ശരിയാ. എന്താന്ന് വെച്ചാൽ നീ ചെയ്യുക. അപ്പം അവർ പുതിയൊരു പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്തിരിക്കുക. പിന്നെ വാക്ക് മാറില്ല. നീ വാക്കൊന്നും ഞാൻ മാറത്തില്ല. നമ്മൾ ഫ്രൈഡേ പോകുന്നു, സാറ്റർഡേ വരുന്നു. എങ്ങനെയാ? രാത്രി മൊത്തം നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഞാൻ ഏറ്റു. അപ്പം ഒരു രാത്രി മുഴുവനും അവൻ്റെ ഒപ്പം കറങ്ങാനും തീരുമാനിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ 10 പേരെ കൊണ്ട് അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് വൈജയന്തി കയറി വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബബിത കോള് കട്ട് ചെയ്തു. പെട്ടെന്ന് TV വെച്ചു. ആ സമയം വൈജയന്തി കയറി വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇതിവിടെ എന്തെടുക്കുക? ഞാനിവിടെ TV കാണുന്ന അമ്മ കാണുന്നില്ലേ? അവളെന്തിയാ? അലീന എന്തിയേ? അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് പോയി. അച്ഛൻ്റെ മുറിയിലേക്ക് എപ്പോൾ പോയി? ഒരു 3/4 മണിക്കൂറായി കാണും. 3/4 മണിക്കൂറോ? എന്നിട്ട് നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടീ, നീ നോക്കണ്ടേ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നൊക്കെ? നിന്നെയൊക്കെ പിന്നെ എന്തിനാ ഈ വീട്ടിലിരുത്തിയേക്കുന്നേ? എൻ്റെ അമ്മേ, ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ അടിക്കാൻ വരും. പിന്നെ ഞാൻ വെറുതെ എന്താ തല്ലി മേടിക്കുന്നേ? എൻ്റെ ദൈവമേ, ഒരിടത്തും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അല്ല, അമ്മയ്ക്ക് പോയി അന്വേഷിച്ചുകൂടെ? പിന്നെ ഞാനങ്ങോട്ട് ചെന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് തല്ലി തരാൻ ബാലേന്ദ്രൻ. വെറുതെ എന്തിനാ? എങ്കിൽ പിന്നെ അമ്മ മിണ്ടണ്ട. അവർ വല്ല സംസാരിച്ചിരിക്കുമായിരിക്കും. എടി, ഈ 3/4 മണിക്കൂർ എന്ത് സംസാരിക്കാനായിട്ടാ? അതൊക്കെ ഓർത്തപ്പം വൈജയന്തിയുടെ ഉള്ള ക്ഷമ നഷ്ടപ്പെട്ടു. വൈജയന്തി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എത്ര സമയമായി പോയിട്ട് ഇതുവരെയായിട്ട് അവൾ ഇറങ്ങി വരാത്ത എന്താണെന്നൊരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ട്. അതേസമയം അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് ചൂട് പൊറോട്ട ബീഫ് ഫ്രൈ കഴിക്കാൻ കൊതി വന്നു, ഞാൻ ഓർഡർ ചെയ്യട്ടെ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ അത് വേണോ സാർ? അതെന്താ, അത് കഴിക്കണോ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ കഴിച്ചാൽ? അല്ല സാർ, അത് കഴിക്കാനായിട്ട്. അതെ, ഇനിയിപ്പം ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണ്ടേ? അല്ലെങ്കിലും ഭൂമി ജീവിച്ചിരുന്നിടത്തോളം കാലം ഞാൻ ജീവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? അയ്യോ സാർ, അങ്ങനെ പറയരുത്. സാറിൻ്റെ മക്കളില്ലേ, മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടേ? മക്കള്, അതാ പറഞ്ഞത്. എനിക്കിപ്പോൾ ആർക്കും വേണ്ടി ജീവിക്കാൻ തോന്നുന്നില്ലെന്ന്.
നമ്മളെല്ലാവരിലും ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. ആ വിശ്വാസമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് പിന്നെ അല്ല, നീ ഒരു കാര്യം ചിന്തിച്ചോ? പഴയ എൻ്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ എങ്ങനെയാ? അതിന് അർത്ഥം എന്താ? എൻ്റെ വിശ്വാസം പലരിലുള്ള നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ, മക്കള്, അവരിലുള്ള വിശ്വാസം എന്തിനേറെ പറയുന്നു. നീ പോലും എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ സാറേ? അതെ, നീ പോലും എൻ്റെ അടുത്ത് കള്ളത്തരം പറയുന്നുണ്ട് സാർ. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പോയിക്കോളാം. ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നേ. അതെനിക്കറിയാം. നീ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നേന്ന്. നീ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നും അറിയാം. അതുകൊണ്ടല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തുന്നത്. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്നേ പറഞ്ഞു വിട്ടേനും. നിന്റെ മനസ്സെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അലിയന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എൻ്റെ സമ്പാദ്യം എല്ലാം കൊള്ളയടിച്ചു പോയി. ഇപ്പം ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ ബിഗ് സീറോ ആയിട്ട് നിൽക്കുക. ഈ 19 വർഷക്കാലം മുകളിൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു. സാർ ഇങ്ങനെയൊന്നും പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല സാറേ. ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ഞാൻ പോയേക്കാം. നീ കാരണമെന്നോ? നീ ഒരിക്കലും കാരണമല്ല. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. പക്ഷെ നീ ഇവിടുന്ന് പോകുന്ന ഒരു നിമിഷത്തിൽ ഞാനിവിടെ പലതും വിളിച്ചു പറയും. അലീനയ്ക്ക് അപകടം എടുത്തു. അലീനയ്ക്ക് സംശയം തോന്നി. സാറിന് എന്തെങ്കിലുമൊക്കെ അറിയാവോ? അലീനെ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, പോയി ചൂടായിട്ടൊരു ചായ എടുത്തോണ്ട് വാ. അലീനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ അലീനയുടെ മനസ്സിനെ പിന്തുടരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.